പി ആർ ശിവശങ്കർ ആ ക്ഷണം ഒരു ട്രാപ്പാണെങ്കിൽ ആ ട്രാപ്പിൽ വീഴേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിലേക്ക് എത്താൻ എടുക്കുന്ന സമയമുള്ളൂ. അപ്പോൾ ഈ ക്ഷണം വരുമ്പോൾ തന്നെ കയ്യോടെ CPM ചെയ്തതുപോലെ ഞങ്ങൾ ആ ചടങ്ങിലേക്കില്ല എന്ന് കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്ന് കരുതി എന്ന് വി മുരളീധരൻ അങ്ങനെ തീരുമാനം വരാത്തപ്പോൾ നേരത്തെ കയറി പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇഫ്താറിൽ പോകുന്നത്, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഇത്ര പാട് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന ട്രാപ്പിൽ കോൺഗ്രസ് വീഴാനില്ലെങ്കിലോ ശ്രീ പി ആർ ശിവശങ്കർ? ഞാൻ അതിലേക്ക് പറയട്ടെ, ട്രാപ്പാണോ ഇല്ല എന്നുള്ളത് ആ ചോദ്യം വരാം. നിർഭാഗ്യവശാൽ ഞാനിരിക്കുന്നത് അവതാരകനടക്കം മറവി രോഗം വന്ന ഒരു 3 ചർച്ച ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. അവർക്ക് ഈ വിഷയം തുടങ്ങുന്നത് ഇപ്പോൾ ചിലവർക്ക് 49, 82, 92 ഓർമ്മയുള്ളൂ, ചിലവർക്ക് 15-ാം നൂറ്റാണ്ട് തൊട്ടേ ഓർമ്മയുള്ളൂ. ചരിത്രപരമായ മറവി രോഗം വന്ന കുറച്ചു പേരിരുന്ന് ചർച്ച ചെയ്യുകയാണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്, ഇതിൻ്റെ ചരിത്രം എന്താണെന്ന്. 11-ാം നൂറ്റാണ്ട് മുതൽ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും ആ ക്ഷേത്രം 1976 ഖനനം ചെയ്ത ASI ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യ ഖനനം ചെയ്തപ്പോൾ KK മുഹമ്മദിൻ്റെയൊക്കെ സുചിന്യമായ അഭിപ്രായം സുപ്രീം കോടതിയിലുണ്ട്, അവിടെ എന്തായിരുന്നുവെന്നും ക്ഷേത്രം തകർത്താണെന്നും. അപ്പോൾ ഇത്തരം അഭിപ്രായങ്ങളെ കാണാതെ, ചരിത്ര സത്യങ്ങളെ കാണാതെ ഈ ചർച്ച ചെയ്യുമ്പോഴാണ്, ഇത്തരം ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ട്രാപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് വരുന്നത്. ഇതൊരു ട്രാപ്പിൻ്റെയും പ്രശ്നമല്ല, ഇത് ചരിത്രപരമായ തീരുമാനമാണ്. ചരിത്രത്തോട് നീതി പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 1. 2, ഇവിടെ ഈ മഹാത്മാഗാന്ധി എങ്ങനെ നിർഭാഗ്യവശാൽ ഈ ചർച്ച കാണേണ്ടി വന്നിരുന്നെങ്കിൽ ആനന്ദ കൊച്ചിയുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ആകെ കൺഫ്യൂഷൻ ആയിപ്പോൾ തന്നെ. ഈ വാൽമീകിയുടെ രാമായണത്തെയൊക്കെ ഈ ആനന്ദ കൊച്ചിയോട് എങ്ങനെയാണ് മനസ്സിലാക്കിയേക്കുന്നത്? അദ്ദേഹം അച്ഛൻ്റെ വാക്ക് കേട്ട് പോയ ആൾ മാത്രമല്ല, സ്വന്തം ഭാര്യയുടെ നേരെ ശൂർപ്പണഖയും 74,000 രാക്ഷസന്മാരും നോക്കിയപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് അവരെ എല്ലാം കൊന്നു തീർത്ത രാവണനും ദണ്ഡപാണി തന്നെയായിരുന്നു, ആയുധാധാരി തന്നെയായിരുന്നു. അത്തരത്തിലുള്ള രാമനെയാണ് വാൽമീകി പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് അപ്പോൾ പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരുന്ന് ഭജനപാടിയ രാമനൊന്നും ഞങ്ങളുടെ ചരിത്രത്തിലില്ല. അത്തരത്തിലുള്ള രാമനെ ഞങ്ങൾക്ക് അറിഞ്ഞും കൂടാ. നിങ്ങൾ ഏത് വാൽമീകി രാമായണമാണ് വായിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിർഭാഗ്യവശാൽ. അപ്പോൾ പിന്നെ ഒരു കാര്യം നോക്കൂ, ഗണേശോത്സവം നടത്തിയ തിലകനും അതുപോലെ തന്നെ രാമരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ മഹാത്മാഗാന്ധിയൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം മൃദു ഹിന്ദുത്വത്തിൻ്റെതല്ല, തികഞ്ഞ വർഗീയവാദികളാണെന്ന് ആനന്ദ കൊച്ചുകൂടിയൊക്കെ പറയും. ഇതെല്ലാം രാഷ്ട്രീയമായി ചില നിലനിൽപ്പിൻ്റെയോ അല്ലെങ്കിൽ ചില താല്പര്യങ്ങളുടെ ഭാഗമായി ഇവർ ഉയർത്തുന്ന ചില പൊളിറ്റിക്കൽ ഒരു വാദമുഖങ്ങൾ മാത്രമാണ്. ഇവർക്ക് BJPക്കെതിരെ പറഞ്ഞാൽ കേരളത്തിൽ നിലനിൽക്കാൻ പറ്റും, കുറച്ചുകൂടി പൊളിറ്റിക്കൽ സ്പേസ് കിട്ടും എന്നുള്ള ഒരു ഭാവനയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിനെ ചരിത്രകാരന്മാരും അതുമല്ലെങ്കിൽ നിഷ്പക്ഷമായി രാഷ്ട്രീയം ചിന്തിക്കുന്നവർക്കും ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ അടുത്ത കാര്യം, ഇത് പൊളിറ്റിക്കൽ ട്രാപ്പ്. ഇത് ട്രാപ്പാണെന്ന് ആരാ പറയുന്നത്? സത്യസന്ധമായി ഇതിനെ വിലയിരുത്തുന്നവർക്ക് ഇത് വേണോ വേണ്ടയോ? ചിലർക്ക് ഈ എല്ലാ കാര്യവും ട്രാപ്പാണെന്ന് തോന്നും. അത് നിങ്ങൾക്ക് ഈ വിഷയത്തിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്തത് കൊണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെന്താണ് ഈ സംഭവം വരാൻ പോകുന്നതെന്ന് കാലേ കൂട്ടി തീരുമാനം എടുക്കുവാനുള്ള കഴിവില്ലായ്മയുടെ, ഇപ്പം നേരത്തെ മല്ലികാർജ്ജുന ഖാർഗെയുടെയൊക്കെ കാര്യം പറഞ്ഞു, ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഇത് വിളിക്കുമെന്ന് മനസ്സിലായാൽ അല്ലെങ്കിൽ വിളിക്കുമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെതിരെ എന്താണ് താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഇതിന് ഒരു ഭാവാത്മകമായ തീരുമാനമെടുത്ത് രാമനെക്കുറിച്ച്, ശ്രീരാമനെക്കുറിച്ച് ഞങ്ങളുടെ ശ്രീരാമനാണ് ഇതെന്ന് പറയുവാനുള്ള രാഷ്ട്രീയമായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഭാവനാ സമ്പത്തില്ലാത്ത ഒരു കൂട്ടം വികലാംഗരായ നേതാക്കളുടെ ഒരു ഗ്രൂപ്പായി ഇന്ന് കോൺഗ്രസ് മാറിയിരിക്കുന്നു. അവർ എഴുന്നേറ്റുന്നു മുടങ്ങുന്നു ഈ രാഷ്ട്രീയ നേതൃത്വം. അതിനെ നേരിടുവാനായിട്ട് കഴിവില്ല എന്നുള്ളത് സ്വാഭാവികത്തിൽ പറഞ്ഞു വന്നാണ്. പക്ഷേ വികലാംഗരായ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായ വികലാംഗത്വം എന്നാണ് പറഞ്ഞിരുന്നത്, ശാരീരികമായതല്ല. എങ്കിലും അതെ, രാഷ്ട്രീയമായ വികലാംഗത്വം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞു പൊളിറ്റിക്കൽ അമ്നീഷ്യ, മറവി രോഗം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിന്തയെ ഇവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. നിർഭാഗ്യവശാൽ ബാലഗംഗാധര തിലകനെയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയും മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ആശയമല്ല ഈ നെഹ്റു തട്ടിയെടുത്ത കോൺഗ്രസ് രാഷ്ട്രീയം. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പാരനോയിഡ് ലീഡേഴ്സ്, അല്ലെങ്കിൽ ഞാൻ പട്ടേലിനെയൊക്കെ 12 വോട്ട് കിട്ടിയിട്ട് 1 വോട്ട് കിട്ടാത്ത നെഹ്റു എങ്ങനെയാണ് ഭരണത്തിൽ വന്നതും അത് നെഹ്റുവിയൻ തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിൽ അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇത് തട്ടിയെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം നടത്തുന്ന നിവർത്തികേട് കൊണ്ട് അത് അംഗീകരിക്കാം.